നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല്, ഒത്തിരി നാളായിട്ട് നമ്മളുടെ ചാനലില് സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് കേട്ടിട്ടിരുന്ന ഒരു ആവശ്യം, അതിന് ആൻസർ എന്നോണമാണ് ഇന്ന് ഞാൻ ഈ പതിവ് ചെയ്യുന്നത്. എന്താച്ചാല്, എൻ്റെ തൊഴിൽ വന്നിട്ട് ഒത്തിരി മന്ദമായിട്ടാണ് പോകുന്നത്. മുന്നേ എല്ലാം നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ വന്നിട്ട് ഒത്തിരി ഡള്ളായിട്ടാണ് പോകുന്നത്. പ്രോഫിറ്റ് മീൻസ് ലാഭം എന്നുള്ളത് ഒന്നുമേ വരുന്നില്ല. ഇപ്പോ മത്സരിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചതുപോലെ നിറയെ കടകള് എന്നോട് കടയിലെ ഫ്രണ്ടിലും സൈഡിലും എല്ലാം വന്നിട്ടുണ്ട്. നിറയെ കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ തൊഴിൽ വന്നിട്ട് ഒന്ന് നിന്ന് പോയ അവസ്ഥയാണ്, മുടങ്ങി പോയിരിക്കുകയാണ്. അതിൽ നിന്നും വരുമാനമേ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ തൊഴിൽ വന്നിട്ട് വീണ്ടും പിക്കപ്പായി വരുന്നതിനായിട്ട് എന്തെങ്കിലും വഴിപാട് ചെയ്താൽ അത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നിറയെ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു വീഡിയോ ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എളിമയാർന്ന 2 വഴിമുറയാണ് ഇന്ന് ഞാൻ പകർന്നു തരുന്നത്. കാരണം നമ്മൾ വന്നിട്ട് ഒരു കുഞ്ഞിനെ എങ്ങനെ പരിപാലിച്ചു പോകുന്നുവോ അതിനെ വളർത്തിയെടുക്കുന്നത് പോലെയാണ് നമ്മുടെ തൊഴിലിനെ വന്നിട്ട് നോക്കി 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 അതിന് കെയർഫുൾ ആയിട്ട് കൊണ്ടുപോരുന്നത്. സ്ഥലം നോക്കി അതിന് വന്നിട്ട് പൊരുൾകളെല്ലാം ഇറക്കി നല്ല സമയം നോക്കി എല്ലാം നമ്മൾ കൈവശപ്പെടുത്തും. എന്നാല് കുറച്ചു നാളിലെ നമുക്ക് നമ്മളോട് മത്സരിക്കണം എന്നോണം നമുക്ക് ചുറ്റിലും നിറയെ കടകൾ വന്നിരിക്കുന്നു. അതിനുശേഷം മത്സരം തുടങ്ങി കൺദൃഷ്ടിയാലെ നമ്മുടെ വ്യാപാരം മുടങ്ങിപ്പോകുന്നു, ഒത്തിരി ഡള്ളായി പോകുന്നു. മുന്നേ എല്ലാം ഈ ട്രാവൽസ് ഒക്കെ വെച്ചിരിക്കുന്നവര് വണ്ടി വന്നിട്ട് റെന്റിന് കൊടുത്തിട്ടിരുന്നവര്, എന്നാൽ ഇപ്പൊ വന്നിട്ട് ഒരു വണ്ടി പോലും റെന്റിന് പോകുന്നില്ല. ഓട്ടം വിളിക്കുന്നില്ല ആരും. സവാരിയെ ഒന്നും നടക്കുന്നില്ല, ചുമ്മാ വെറ്റിയായി ഇങ്ങനെ നിന്നിട്ടേ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഈ ബ്യൂട്ടി പാർലർ അങ്ങനെ നടത്തുന്നവർക്ക്, അതുപോലെ ടൈലർ കട, തയ്യൽ കട, ചുറ്റിന് ബോട്ടിക്ക് വന്നതോടുകൂടി തയ്യൽ നിന്ന അവസ്ഥ. വീട്ടില് ഞാന് തയ്യൽക്കട വെച്ചിരിക്കുന്നു, പക്ഷെ എന്നാലും മുന്നത്തെ പോലെ ആരും വന്ന് തുണികളൊന്നും തയ്ക്കാനായിട്ട് തരുന്നില്ല. ഇഡ്ലി മാവൊക്കെ അരച്ചു കൊടുക്കുന്നില്ലേ അവര്, പിന്നെ സ്വർണ്ണക്കടക്കാര്, പൂക്കടക്കാര്, പലചരക്ക് കടക്കാര്, എന്തായിരുന്നാലും പ്രശ്നമില്ല. അതുപോലെ ഹോട്ടൽ നടത്തുന്നവര്, ഏതായിരുന്നാലും പ്രശ്നമില്ല. നിങ്ങളുടെ തൊഴിൽ വന്നിട്ട് ഇത്തിരി പ്രശ്നത്തിലിരിക്കുന്ന മാതിരിയാണ് കാണുന്നതെങ്കിൽ, എനിക്കിപ്പം വിശ്വാസം തീരെയില്ല, അത് കുറഞ്ഞിട്ടേ വരുന്നു. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏത് കാരണത്തിനെ കൊണ്ട് നിങ്ങളുടെ വിശ്വാസം കൈവിടാതിരിക്കുക. കാരണം നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഫസ്റ്റ് മൂലധനം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ വിശ്വാസം വിടാതെ, മനസ്സ് കൈവിടാതെ നിങ്ങളുടെ കടമ നിങ്ങൾ ഒളുങ്ക ചെയ്തോളുക. അപ്പോ നിങ്ങളെ വിട്ട് ഏതൊക്കെ പോയോ അതൊക്കെ തിരിച്ചു വരാനുള്ള കാലം വന്നേ തീരും. നമ്മളുടെ ആ വിശ്വാസം നമ്മൾ കൈമേലെ പിടിച്ചാൽ മാത്രം മതി. തീർച്ചയായും നമുക്ക് വിജയം നമ്മുടെ കയ്യിലായിരിക്കും, വെற்றி നമുക്ക് തന്നെ വന്നു ചേരും. ശരിയാ? നമ്മുടെ തന്നമ്പിക്ക എന്നൊന്ന് നമ്മൾ വച്ചിരുന്നാൽ മാത്രം മതി, നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. കൂടെ ഇപ്പൊ ഞാൻ പറയുന്ന ഈ 2 വിഷയങ്ങൾ കൂടെ നിങ്ങൾ പിന്തുടർന്നോളുക. ഇതിനായിട്ട് അധികം ചെലവൊന്നും വരുന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഏത് മതത്തിനെന്നോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഇത് ചെയ്യാം. ഇവരെ ചെയ്യാവോ അവരെ ചെയ്യാവോ അങ്ങനെ യാതൊരു കെട്ടുപാടുകളും ഇതിനില്ല. നിങ്ങൾ എന്ത് കട, എന്ത് വ്യാപാരം, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ഇത് ധാരാളമായി ചെയ്യാവുന്നതാണ്. ശരിയാ? പതിവിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അത് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടമില്ലയാ, ഇപ്പോ ഷോപ്പായാലും ശരി, ഹോട്ടലായാലും ശരി, എന്തായാലും ശരി, രാത്രി നിങ്ങൾ കട പൂട്ടി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ശുദ്ധം ചെയ്തിട്ട് വരുമോ, അതോ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കട തുറക്കാൻ സമയത്തിനാണോ ശുദ്ധം ചെയ്യുന്നത്? എന്നിട്ടാണോ നിങ്ങൾ ദീപം വയ്ക്കുന്നത്?
ഇതിൽ രണ്ടിലും നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ എനിക്ക് കമന്റ് ചെയ്തോളുക. കാരണം രാത്രി സമയത്തിന് നിങ്ങൾ കട പൂട്ടുന്നതിന് മുന്നേ ശുദ്ധം ചെയ്ത് എല്ലാം എടുത്ത് പെറുക്കി വെളിയിൽ തൂക്കി പോടുക എന്നുള്ളത് ഒത്തിരി തെറ്റായ കാര്യം. അത് ചെയ്യാനേ പാടില്ല. ശരിയാ? മറുനാൾ, അതായത് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തിന് ശുദ്ധം ചെയ്ത് നിങ്ങൾ പെറുക്കി തുടച്ച് ദീപം വെച്ച് സ്റ്റാർട്ട് ചെയ്തോളുക അന്നത്തെ ഡേ. പിന്നെ രാവിലെ ഞാൻ ലേറ്റായിട്ടേ വരുള്ളൂ, അതുകൊണ്ട് രാത്രിയെ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകാം, നാളെ കുറച്ച് ലേറ്റ് ആവും, അങ്ങനെ ഒന്നും വിചാരിച്ച് നിങ്ങൾ ഈ തെറ്റ് ചെയ്യാതിരിക്കുക. ഇതുവരെ ചെയ്തു വരുന്നവരാണെങ്കിൽ അത് നിർത്തിക്കൊള്ളുക. ശരിയാ? ഇപ്പോ നമ്മൾ ആദ്യം കാണുന്ന വഴിപാടിന് ആവശ്യമുള്ള പൊരുൾ എന്താണെന്ന് ചോദിച്ചാല്, ഇതൊരു മാവാണ്. എന്ത് മാവെന്ന് വെച്ചാല് ഗോതമ്പ് മാവ്. നമ്മള് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗോതമ്പ് മാവ്. ശരിയാ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് പറയാം. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തിൽ ഒരു ചെറിയ ഡബ്ബയിൽ നിങ്ങൾ ഒരു കുറച്ച് മാവെടുത്ത് വെച്ചോളുക. അത് ഞാൻ കോമൺലി പറയുന്നതാണ്. അത് ഓഫീസ് ആയിരുന്നാലും ശരി, ഷട്ടർ ഇട്ട് വെക്കുന്ന കടയായിരുന്നാലും ശരി, അതല്ല ചെറിയ കടയായിരുന്നാലും കുഴപ്പമില്ല. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തില് ഈ മാവ് വന്ന് ഒരു ഡബ്ബയിലാക്കി വെച്ചോളുക. എന്നിട്ട് ഡെയിലി രാവിലെ നിങ്ങൾ കടയ്ക്ക് വരുന്നതിന് മുന്നേ, അതായത് ഓണർ കടയിൽ എത്തുന്നതിന് മുന്നേ, അപ്പൊ ചോദിക്കും ഓണറാണ് കടയിലിരിക്കുന്നത്, വേറെ ആളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സീറ്റിൽ, നിങ്ങളുടെ സീറ്റിലില്ലേ, സീറ്റിൽ ഇരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഗോതമ്പ് മാവ് എടുത്ത് വെളിയിൽ കുറച്ച് ഇങ്ങനെ കൈകൊണ്ട് തൂവിക്കൊള്ളുക. കടയ്ക്കുള്ളിലല്ല, കടയ്ക്ക് വെളിയിൽ, എൻട്രൻസ് നമ്മൾ കയറി വരുന്ന പടിയില്ലേ, അതിന്റെ അടുത്തായിട്ട് തൂവിക്കൊള്ളുക. ഇപ്പൊ ഗ്ലാസ് ഡോർ ആയാലും ശരി, ഷട്ടർ ആയാലും ശരി, അല്ല ഗേറ്റ് ആയാലും ശരി, അതിന്റെ വെളിയിലായിട്ട് തൂവിക്കൊള്ളുക. ജസ്റ്റ് നിങ്ങൾ സ്പ്രിങ്കിൾ ചെയ്ത് തൂവി വിട്ടോളുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ദെൻ നിങ്ങൾ കടയിൽ പോയി സീറ്റിലിരിക്കാം. ശരിയാ? കാരണം നിങ്ങൾക്ക് മുന്നേ കടയിൽ വന്ന് ജോലിക്കാര് എല്ലാം ക്ലീൻ ചെയ്ത് വച്ചിരിക്കും. അതല്ല നിങ്ങളാണ് എല്ലാം ചെയ്യുന്നതെങ്കിലും ഇത് ചെയ്തോളുക. വേറൊന്ന് ഓർത്തോളുക, സാമി പടത്തേക്ക് ദീപം വയ്ക്കുന്നതിന് മുന്നേ ആണ് ഇത് ചെയ്യേണ്ടത്. ഊതുപത്തിയെല്ലാം കാമിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ല. അതിന് മുന്നെയാണ് നിങ്ങൾ ചെയ്ത് വീട്ടിൽ നിന്ന് നിങ്ങൾ കടയ്ക്ക് പോയി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്തോളുക. ഓക്കെ? ലൈറ്റായിട്ട് നിങ്ങൾ സ്പ്രിങ്കിൾ ചെയ്ത് വിട്ടാൽ മതി. നല്ലൊരു മുന്നേറ്റം നിങ്ങളുടെ ബിസിനസ്സിന് വന്നു ചേരും. നിങ്ങളുടെ കടയായാലും ശരി, എന്തായാലും നിങ്ങളിപ്പോ ഏത് രീതിയിൽ, ഇപ്പോ ഒരു റോഡിലാണ് നിങ്ങൾ വെച്ചിട്ടിരിക്കുന്നതെങ്കിലും അതിന്റെ ഫ്രണ്ടിലോട്ടായിട്ട് നിങ്ങൾ സ്പ്രിങ്കിൾ ചെയ്തിട്ടോളുക. ശരിയാ? ബിസിനസ് നല്ല ഡെവലപ്പ് ആവും. ഇപ്പൊ മറുനാൾ കാലയിൽ വന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ആ ഇടം ക്ലീൻ ചെയ്യുമല്ലോ, അപ്പൊ അത് പോവും. ദെൻ വീണ്ടും നിങ്ങൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തോളുക. ഇത് നിങ്ങൾ റെഗുലറായി ചെയ്ത് വന്നോളുക. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു സാധാരണ വിഷയം മാതിരി തോന്നാം. എന്താ, നിങ്ങൾ ഈ പറയുന്ന മാതിരി ഞങ്ങൾ ഗോതമ്പ് മാവ് എടുത്ത് അവിടെ കൊണ്ടുപോയി തൂവിയിട്ടാൽ നമുക്ക് ബിസിനസ് അങ്ങ് ഡെവലപ്പ് ആവുമോ എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കാം. എന്നാല് ഇതിന്റെ പിന്നാടി പല പല ആഴ്ന്ന ഐതിഹ്യങ്ങൾ ഇരിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ എന്ന് കാണുന്നുവോ അതിന്റെ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നല്ല നാള് വേണോ, നല്ല മുഹൂർത്തം വേണോ, ഏത് ദിവസം, അങ്ങനെ ഒന്നും ഒരു വിഷയവുമില്ല. നിങ്ങൾ എന്ന് കാണുന്നുവോ അതിന്റെ അടുത്ത ദിവസം, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ന് അറിയുന്നുവോ അതിന്റെ നെക്സ്റ്റ് ഡേയിലിരുന്ന് രാവിലെ തൊട്ട് ഇത് ആരംഭിച്ചോളുക. ഇനി ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നോൺ വെജ് കഴിക്കാമോ, അല്ല ഞാൻ പീരീഡ്സ് ടൈമാണ് അതിനാലെ ഞാൻ ചെയ്യാതെ വിടണോ, അങ്ങനെ ഒന്നുമില്ല. ഇതിന് യാതൊരു കെട്ടുപാടുകളുമില്ല. ഓർത്തോളുക. നോ റെസ്ട്രിക്ഷൻസ്. ഡെയിലി രാവിലെ നിങ്ങൾ വന്ന് നിങ്ങളുടെ പട്ടറയിൽ ഇരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ചെയ്തിട്ട് നിങ്ങൾ വന്നിരുന്നോളുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ പറയുന്ന ഈ രണ്ടാമത്തെ വഴിപാട് വന്നിട്ട് ഒത്തിരി പവർഫുൾ, ഭയങ്കര ശക്തിയുള്ളത്. സോ ഇത് വന്നിട്ട് നിങ്ങൾ വീക്ക്ലി വൺസ്, അതായത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. എന്ന് ചെയ്യണമെന്ന് ചോദിച്ചാല് അങ്ങനെ പ്രത്യേകിച്ച് കുറിപ്പിട്ട നാളൊന്നുമില്ല. നിങ്ങൾക്ക് എന്ന് ചെയ്യാൻ പറ്റുന്നുവോ ആ നാള് ചെയ്തോളുക. ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാല് നൈറ്റ് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തില് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വന്നോളുക. ഇല്ല, വീട്ടിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഏത് റൂമിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുവോ അവിടെ നിങ്ങൾ ഇത് ചെയ്തോളുക. ശരിയാ? ഇതിനു വേണ്ടിയ പൊരുൾകൾ എന്താ വെച്ചാല് ഒരു കുപ്പി ഗ്ലാസ് വേണം. അതിൽ നല്ല ശുദ്ധജലം, നല്ല കുടിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധജലം വേണം. ദെൻ ഇതിൽ നമ്മൾ ചേർക്കേണ്ട മിക മുഖ്യമായ 2 പൊരുൾകൾ, അതാണ് നമ്മുടെ വിഷയം. അത് എന്താ വെച്ചാല് കസ്കസ് ഇല്ലയാ, നമ്മള് മസാലയിലൊക്കെ ചേർക്കൂല്ലേ, ഇങ്ങനെ വൈറ്റ് കളർ തരിതരിയായിരിക്കുന്നത്, നോക്കിക്കോളൂ. കസകസ്, കുറച്ച് കസകസവും കൂടെ
മഞ്ഞൾപ്പൊടിയുമാണ് ഇതിന് വേണ്ടിയത്. ഈ കസകസയും മഞ്ഞൾത്തൂളും കൂടെ നമ്മൾ ഒന്നായിട്ട് ചേർക്കുമ്പോൾ ഈ രണ്ട് പൊരുൾക്കളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയെയാണ് ഉരുവാക്കി കൊടുക്കുന്നത്. ജനവശ്യമില്ലയാ ജനാകർഷണ വശ്യത്തെയാണ് ഇത് ഏർപ്പെടുത്തുന്നത്. ഇത് ഇരിക്കുന്ന ഇടത്തില് നിങ്ങളെ തേടി നിറയെ പേര് വരും. ശരിയാ? ഇപ്പൊ നിങ്ങൾ ബിസിനസ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനിൽ നിങ്ങളുടെ ബിസിനസ്സിന് നിറയെ പേര് വരും. നിറയെ കസ്റ്റമേഴ്സ് വന്ന് നിങ്ങൾക്കിட்ட ഇരുന്ന് പൊരുൾകൾ വാങ്ങും. ശരിയാ? സോ ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ, ഈ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ തടസ്സപ്പെട്ട തൊഴിൽ, അതായത് ഒത്തിരി ഡള്ളായിരിക്കുന്ന തൊഴില്, ബിസിനസ് നല്ല പിച്ച് കിട്ട് റോക്കറ്റ് വിടുന്നത് പോലെ ഓടിപ്പോകും. അതായത് നല്ല മുന്നേറ്റം, മേലോട്ട് കയറി പോകുമെന്ന് മീൻ ചെയ്യുന്നത്. ശരിയാ? നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഈ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നില്ലേ വെള്ളം, ഇത് നോക്കിക്കോളുക. നിങ്ങൾ 200 ml വാട്ടർ, നല്ല ശുദ്ധജലമുണ്ട്, കുടിക്കുന്ന ജലമായിരിക്കണേ. അതും എടുത്തിട്ട് നിങ്ങൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കസകസയില് ഇതിന്റെ പകുതി ആയാലും മതി. അതും എടുത്ത് ഈ മഞ്ഞൾ തൂളുമായിട്ട്, വേറൊന്നുണ്ട്, കുപ്പി ഗ്ലാസ് ഇല്ലാത്തവരൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ്സോ എവർ സിൽവറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് കുപ്പി ഗ്ലാസ് ആണ് ഉണ്ടായിരുന്നത്, അതിനാല് ഞാൻ ഇതെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കാണാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തു എന്നേ ഉള്ളൂ. ശരിയാ? ഞാൻ ഇത് വന്നിട്ട് രണ്ടും കൂടെ ഇത് വെള്ളത്തിനുള്ളിലേക്ക് ഇടുകയാണ്. ഇത് നിങ്ങൾ വന്നിട്ട് ഏത് ദിവസം നിങ്ങൾ ചെയ്യുന്നുവോ അത് നൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം. ഇപ്പൊ ഓഫീസ് ആയാലും ശരി, തൊഴിലിടം ആയാലും ശരി, നിങ്ങളുടെ ബിസിനസ് പ്ലേസ് ആയാലും ശരി, എന്തായാലും ശരി, നിങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങൾ വീട്ടിലോട്ട് കട പൂട്ടി പോകുന്നതിന് മുന്നേ ഇത് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതിപ്പോ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ടംബ്ലർ ഇതിൽ നമ്മൾ ഇട്ടല്ലോ, എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചോളുക. എന്നിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോളുക. ദെൻ നെക്സ്റ്റ് ഡേ രാവിലെ വന്ന് നിങ്ങൾ ക്ലീൻ ചെയ്യുമല്ലോ. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ തലേന്ന് വെച്ചിട്ട് പോയില്ലേ, ഈ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു വെറ്റിലയോ അല്ലെങ്കിൽ ഒരു മാവിലയോ വെച്ച് ഈ വെള്ളത്തെ നന്നായിട്ട് തളിച്ചു വിടുക. അത് 4 മൂലയിലും, ഉള്ളയും വെളിയിലും, കടയുടെ വെളിയിലും നിങ്ങൾ തളിച്ചു വിടുക. വെളിയിലെ 2 സൈഡ്, ബാക്കില്, പിന്നെ നിങ്ങൾ വന്ന് ഇരിക്കുന്ന ഇടം, എല്ലായിടവും നല്ലതായിട്ടൊന്ന് തളിച്ചു വിടുക. നിങ്ങൾ വിൽക്കുന്നില്ലേ സാധനങ്ങൾ, ഇപ്പൊ ഓൺലൈൻ ആയാലും ശരി, ഓഫ്ലൈനിൽ ചെയ്യുന്നതായാലും ശരി, അതിനും നന്നായിട്ട് തളിച്ചു വിടുക. അത്രയും നിങ്ങൾ ചെയ്താൽ മതി, നല്ല മുന്നേറ്റം ഉണ്ടാവും. ഇത് വന്നിട്ട് ഡെയിലി ഒന്നും ചെയ്യണ്ട, വീക്ക്ലി വൺസ് മറക്കാതെ നിങ്ങൾ ചെയ്തോളുക. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യം, ഒരുപാട് പതിവുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു, ഞങ്ങൾ മറന്നു പോകുന്നത്. നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റേഷൻ ബുക്ക്, നമ്മുടെ വീഡിയോ ഫോളോ ചെയ്ത് വരുന്നവർ മാനിഫെസ്റ്റേഷൻ നോട്ട് വെച്ചിരിക്കും. അതുപോലെ നിങ്ങളൊരു നോട്ട് പാഡ് വയ്ക്കുക, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഡേറ്റ് വെച്ച് എഴുതിയിടുക. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓർമ്മിക്കുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിക്കി വെക്കുക. ശരിങ്ങളാ? ഒത്തിരി പവർഫുൾ ആയതാണ് ഈ കസ്കസായും മഞ്ഞൾത്തൂൾ വെച്ച ഈ വഴിപാട്. മറക്കാതിരിക്കുക. ഗോതമ്പ് മാവ് വന്നിട്ട് ഡെയിലിയും ചെയ്തു വരേണ്ടത്. സോ ഇന്നത്തെ പതിവിൽ പറഞ്ഞ 2 വിഷയങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക. ഇതല്ലാതെ നിങ്ങൾക്ക് കടയില് അമാവാസ്യ ദിവസം പൂശണിക്ക ചുറ്റി നിങ്ങൾക്ക് ഉടച്ചെടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് ടംബ്ലറിൽ നിങ്ങൾക്ക് ഒരു ലെമൺ ഇട്ട് വെക്കാം. അതെല്ലാം ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്നതാണ്. അതെല്ലാം ചെറിയ ചെറിയ വിഷയങ്ങൾ. ഇപ്പോ ഞാൻ പകർന്നു തന്ന ഈ 2 വിഷയങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എനിക്ക് കമന്റിൽ ഷെയർ ചെയ്യണം. നിശ്ചയമായിട്ടും നിങ്ങളുടെ തൊഴിൽ വന്നിട്ട് നല്ല മുന്നേറ്റത്തിൽ വരും. കാരണം ഒത്തിരി പേർക്ക് നല്ല അനുഭവം കിട്ടിയത്. ശരിയാ? ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് പിടിച്ചു എന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും നിങ്ങൾ അറിയുന്ന ഒത്തിരി ഗ്രൂപ്പ്സിനില്ലേ അതിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഇതുമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.